ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴവും പിന്നെ മുട്ടയും കൂടെ വെച്ചിട്ടാണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല. വീഡിയോസ് ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുന്നോട്ട് പോകും. പറഞ്ഞേക്കെ നമുക്കറിയാം. നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ പറയലില്ലേനും. അപ്പം കുറെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോയിൽ പറയുന്നത് ലൈക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കമന്റൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പഴം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴമൊക്കെ ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ഇത് സൗണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ ഫസ്റ്റിനൊന്ന് ഇൻട്രോ ഇങ്ങനെ എടുത്തതാണ്. അപ്പം നമുക്ക് പഴമൊക്കെ തൊളിച്ചെടുത്തുകാണ്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 4 കഷ്ണം ഇങ്ങനെ അതേമാതിരി വരഞ്ഞു കൊടുത്തിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നല്ലോണം ചെറുതാവുകയാണ് നല്ലത്. പിന്നെ നമ്മൾ പഴം വേവിച്ചെടുക്കുമ്പോൾ പിന്നെ നല്ലോണം ഉടഞ്ഞു പോകും. അപ്പം നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിന് പഴം പോളാന്ന് പറയും, പഴം കേക്ക് എന്ന് പറയും. കേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൽ നമ്മൾ മൈദ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കണില്ല. പഴം മുട്ടയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ടയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പഴമൊക്കെ ഒന്നുണ്ട് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതാ പഴമൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് നടു പൊളിച്ചുകാണ്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണില്ല. മുന്തിരി ഇട്ട് കൊടുത്താൽ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മുന്തിരി ഇഷ്ടമുള്ളവർക്കൊക്കെ മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ. അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് നെയ്യിലൊന്ന് വറുത്ത് കോരണം. അപ്പോൾ ചട്ടി ഇതാ വെച്ചെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കണം. മിൽമേൻ്റെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുത്തു. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ പഴം ഒന്ന് വാട്ടിയെടുക്കണം. പഴം നല്ലോണം ഒന്ന് വാട്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര അതൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ പഴം നമുക്ക് ഇട്ട് കൊടുക്കുക. ആ നെയ്യിക്കനെ ഇട്ട് കൊടുക്കുകയാണ്. വേറെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടില്ല. ആ നെയ്യിക്കനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൊണ്ട് വാട്ടിയെടുക്കുക. നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല പൗത്ത പഴമാണ് നല്ലത്. അതാണ് പിന്നെ എടുക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. അതിലേക്ക് ഒരു 4-5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മധുരം ഉണ്ട്, മധുരമുള്ളൊരു കേക്കാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത് തോനുണ്ട് വിചാരിച്ചേണ്ട, മധുരം പാകമായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൊണ്ട് കുഴച്ചുകാണ്ട് പിന്നെ നമുക്ക് അടുപ്പുമ്പോൾ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വരണം. പഴം നല്ലോണം വെന്ത് വരണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കേടെന്ന ചട്ടി വെച്ച് കൊടുത്ത് കണ്ട. അതിൻ്റെ അടിയിൽ കൂടെ തന്നെ പറയുമ്പോൾ ആയാ ചോദിച്ചുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ പഴംപോലെ ഉണ്ടാക്കി കണ്ടതാണ് ബീഫും കൂടെ. അത് നല്ല തിന്നക്കണം, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുക്കണം. ആ ചട്ടിക്കാണ് പിന്നെ പഴം വാട്ടിയത് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തുകാണ്ട് നമുക്ക് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചെടുക്കണം. അതും കൂടെ ഒഴിച്ച് ചേർത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് അടുപ്പുമ്മക്ക് വെക്കണ്ടേ. പിന്നെ ഒരു കാര്യം ഉണ്ട്, ഇത് നമ്മൾ ഈ പഴം ഉണ്ടല്ലോ അത് വാട്ടിയത് നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ ചൂടോർക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഈ പഴം വാട്ടിയ ആ ചൂടുക്ക് ഈ മുട്ട പാരുമ്പോൾ മുട്ട വെന്ത് പോവും ആ ചൂട് കിടന്ന് കണ്ട. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തണുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലഞ്ഞാൽ നമ്മളിങ്ങനെ മുട്ടൻ്റെ ആ വെള്ളയൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞിങ്ങനെ കാണും. തണുത്ത അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തുക്കണമെന്ന് അങ്ങനെ അറിയുന്നില്ല. പിന്നെന്താണ് മുട്ട ചേർത്തുക്കണമെന്ന് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് നല്ല ചൂടാറിയതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. കുറച്ചു നേരം പുകയൊക്കെ കൊണ്ടപ്പോഴേ നല്ല ജലദോഷം വന്നിട്ടുണ്ട്, തുമ്പലും ഒക്കെ കൂടായിക്കാണ്ടും കൊണ്ട്
വന്നിക്കണം. അപ്പോൾ സൗണ്ട് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മേൽക്കാണ് പിന്നെ നമ്മൾ ഈ പഴത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അടിയിൽ ആ ഒരു പാത്രം വെച്ചതുകൊണ്ട് വേഗം കരിഞ്ഞു പോകില്ല, അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തേക്കണ്ടേ. പിന്നെ ഞാൻ ഈ എടുത്ത പാത്രം സ്റ്റീലിൻ്റെ ആണ്. അപ്പം നമ്മൾ ഈ പഴത്തിൻ്റെ കൂട്ട് ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ അതേമാതിരി നേരത്തെ ഇങ്ങനെ ഷേപ്പാക്കിക്കാണ്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പുമ്മക്ക് വെക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേൽക്ക് മറിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് പിന്നെ ഇനി നിങ്ങളങ്ങനെ കണ്ടോളൂ. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട്.